ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് വുമൺസ് ഡേയുടെ അന്ന് ചെയ്തതാണ്, പക്ഷേ എഡിറ്റൊക്കെ ചെയ്ത് കുറച്ച് വൈകിപ്പോയി കേട്ടോ. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കാണുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഇന്ന് ഞാൻ ഒരു ഷോപ്പിങ്ങിന് പോയതാണ് കുറച്ച് ചെടികൾ വാങ്ങാനായിട്ട്. എനിക്ക് വലിയ ചെടി കളക്ഷൻസ് ഒന്നുമില്ല, എന്നാലും എന്താ പറയുക, വുമൺസ് ഡേ ആയിട്ട് എന്തെങ്കിലും ഒന്ന് പുതിയ സ്റ്റാർട്ടപ്പ് ആവാന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ കുറേ ഫ്ലവേഴ്സ് ചെടികൾ ഒക്കെ കണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടെയാണെങ്കിൽ നല്ല ചെറിയ കുറഞ്ഞ റേറ്റിൽ നമുക്ക് നല്ല പൂക്കളുള്ള ചെടികളും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഷോപ്പ്. അപ്പോൾ ഇത് മധ്യപ്രദേശിലാണ്, ഞാൻ മധ്യപ്രദേശിലാണുള്ളത്, അവിടെയാണ് ഈ ഷോപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് ചെടികൾ വാങ്ങിച്ചു. പക്ഷേ അവിടെ പോയപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, മെൻ്റലി ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ആരും ഇല്ലായിരുന്നു ഷോപ്പിൽ, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ചുറ്റി നടന്ന് ഫുള്ള് കണ്ടു, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. എനിക്ക് ഫുള്ളായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം വൈകുന്നേരമായിരുന്നു പോയത്. അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഫുള്ളായിട്ടൊന്നും എടുത്തില്ല. കിട്ടിയതൊക്കെ എന്താ പറയുക എടുത്തു വെച്ചു. അപ്പോൾ നല്ല ഭംഗിയുള്ള പല എനിക്ക് എല്ലാ ഫ്ലവേഴ്സിൻ്റെ പേരൊന്നും അറിയത്തില്ല, പക്ഷെങ്കിൽ നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു. ഈ ഡാലിയ തന്നെ പല കളറുണ്ട്. ഞാൻ നാട്ടിലധികം കണ്ടിട്ടില്ല, പക്ഷെങ്കിൽ ഇവിടെ കുറേ പല കളറുകൾ. ഇവിടെ തണുപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലപോലെ പൂക്കളുണ്ട്. പിന്നെ റോസ് പറയാതിരിക്കാൻ വയ്യ, പല കളറിൽ, വൈറ്റ്, പിങ്ക്, യെല്ലോ, അങ്ങനെ പല കളറിലുണ്ട്. ഈ പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മളെ നാട്ടിൽ ചെട്ടിപ്പൂവ് എന്നൊക്കെ പറയുന്നത് എന്തായാലും ജമന്തി എന്നോ എന്തോ പറയും അതിന്, എനിക്ക് ശരിക്കും അറിയത്തില്ല. അതുണ്ട്, അത് വലിയ പൂക്കളാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് റോസൊക്കെ നോക്ക്, നല്ല ഭംഗിയുള്ള വലിയ പൂക്കളാണ്. ഫോണിൽ അത്ര ക്ലിയർ ആയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവില്ല, പക്ഷേങ്കിൽ നല്ല വലിയ പൂക്കളാണ്. ഇത് നല്ല ഭംഗിയുണ്ട് ഈ പിങ്ക് കളർ റോസ് കാണാൻ. റെഡ്, വൈറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വീഡിയോയിൽ വന്നില്ല എന്ന് തോന്നുന്നു. പിന്നെന്താ പറയുക, റേറ്റും വളരെ കുറവാണ് കേട്ടോ. ഈ വലിയ ചെടിക്കൊക്കെ 100, 150 അങ്ങനെയേ ഉള്ളൂ. ഈ റോസൊക്കെ നോക്കി എന്ത് ഭംഗിയാണ്. അവിടെ നിറയെ എന്താ പറയുക, കുഞ്ഞു ചെടിയിൽ നിറയെ പൂക്കളാണ്. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. ജമന്തി, ചെമ്പരത്തി, പല കളർ ചെമ്പരത്തി, അതൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ചെടിച്ചട്ടികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് എന്താ പറയുക, ഇത് ഞാനാട്ടോ നടന്ന് എന്താ പറയുക, പൂക്കളൊക്കെ തൊട്ടും മണത്തും ഒക്കെ നോക്കി നടക്കുകയാണ്. ഞാൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് പോയതാണ്, അപ്പം ഭയങ്കര ടയേർഡായിരുന്നു. എന്നാലും പൂക്കൾ കണ്ടപ്പോൾ മൈൻഡ് വല്ലാതെ റിഫ്രഷായി. അങ്ങനെ എന്താ പറയുക, നമ്മളും വാങ്ങി. ഞാൻ എന്താ പറയുക, പൂവില്ലാത്തതാട്ടോ വാങ്ങിയത്. ഞാനൊരു മുല്ലേൻ്റെ ചെടി വാങ്ങി, പിന്നെ ഒരു മണി പ്ലാന്റ് വാങ്ങി, പിന്നെ ഒരു കുഞ്ഞു റോസും വാങ്ങി കേട്ടോ. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് ഇത് തന്നെ, പൂക്കൾ കണ്ടപ്പോൾ തന്നെ മൈൻഡ് വല്ലാതെ റിഫ്രഷായി. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കളിക്കുന്നത്. പിന്നെ എന്താണ്, നാട്ടിലെല്ലാവർക്കും സുഖമല്ലേ? നാട്ടിലിങ്ങനെ പൂ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വയനാട്ടിലൊക്കെ പോയപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ പൂവ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഫോണിൽ വീഡിയോയിൽ അത്ര ഇതുണ്ടാവില്ല, പക്ഷെ ശരിക്കും കാണാൻ നല്ല ഭംഗിയാണ്, സൂപ്പറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് സീസണൽ ഫ്ലവർ ആ ഒരു ടൈപ്പാണെന്ന് തോന്നുന്നു, തണുപ്പിനുണ്ടാകുന്നത്. അപ്പോൾ ഈ റോസൊക്കെ നമ്മൾ കണ്ടു. ഇനി എന്താ പറയുക, നാട്ടിലും കുറച്ച് ഫ്ലവറൊക്കെ എന്താ പറയുക, പ്ലാന്റ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പം ഫ്ലവേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് എന്താ പറയുക, എല്ലാവർക്കും താങ്ക് യു. എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഒക്കെ താങ്ക് യു.